നമസ്കാരം. ജമ്മു കാശ്മീരിലെ വൈദ്യുതോൽപാദന കേന്ദ്രത്തിലെ 23ഓളം ജീവനക്കാർക്ക് ഭീകരബന്ധമെന്ന് കണ്ടെത്തൽ. ജമ്മു കാശ്മീർ പോലീസാണ് ഇപ്പോൾ അന്വേഷണത്തിലൂടെ ഈ വിശദാംശങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇത് ഈ വൈദ്യുതോൽപാദന കമ്പനിയെ നേരിട്ട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ജമ്മു കാശ്മീരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജലവൈദ്യുത ഉൽപാദന കേന്ദ്രമായ റാറ്റിൽ ഹൈഡ്രോ ഇലക്ട്രിക് ഇലക്ട്രിക് പ്രോജക്റ്റിലാണ് ഈ 23 ജീവനക്കാരും ജോലി ചെയ്യുന്നത്. 850 മെഗാവോട്ടോളം ശേഷിയുള്ള വളരെ പ്രധാനപ്പെട്ട, ജമ്മു കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വൈദ്യുതോൽപാദന കേന്ദ്രമാണ് ഈ പ്ലാന്റ്. ഈ കേന്ദ്രത്തിലാണ് 23ഓളം പേർ ജോലി ചെയ്യുന്നത്. ഭീകരബന്ധമുണ്ട് എന്ന് അവരെ ഇപ്പോൾ ജമ്മു കാശ്മീർ പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, പതിറ്റാണ്ടുകളോളം ഇസ്ലാമിക ഭീകരവാദത്തിൻ്റെ പിടിയിൽ അമർന്നിരുന്ന ഒരു സംസ്ഥാനമാണ് ജമ്മു കാശ്മീർ. നിരവധി ഭീകര സംഘടനകൾ, പാകിസ്ഥാന്റെ അനുഗ്രഹ ആശീർവാദങ്ങളോടെ നിരവധി ഭീകര സംഘടനകൾ സംസ്ഥാനത്ത് പ്രവർത്തിച്ചിരുന്നു. ഈ ഭീകര സംഘടനകൾക്ക് അവിടെയുള്ള ലോക്കൽസുമായിട്ട് അല്ലെങ്കിൽ അവിടെയുള്ള തദ്ദേശീയരുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. ഇവർ ഈ യുവാക്കളുടെ ഇടയിലേക്കും അതുപോലെ തന്നെ തദ്ദേശീയരായ ജനങ്ങളുടെ ഇടയിലേക്കും വൻതോതിൽ പണം ഇറക്കി കളിക്കുമായിരുന്നു. അവരെ കൊണ്ട് സുരക്ഷാ സേനയുടെ വാഹനങ്ങൾക്ക് നേരെ കല്ലെറിയിപ്പിച്ചത് ഈ പണമായിരുന്നു. എന്നാൽ 2019 ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ഭരണഘടനാ വകുപ്പ് 370 എടുത്തു കളയുന്നതോടുകൂടി ജമ്മു കാശ്മീരിൻ്റെ മുഖച്ഛായ മാറുകയായിരുന്നു. പാകിസ്ഥാൻ അനുകൂല ഭീകരവാദ സംഘടനകൾക്ക് ജമ്മു കാശ്മീരിൽ പ്രവർത്തിക്കാൻ സാധിക്കാതെ പോവുകയായിരുന്നു. അതിൻ്റെ ഭാഗമായി ജമ്മു കാശ്മീരിൽ വലിയ രീതിയിൽ തീവ്രവാദത്തിൻ്റെ കുറവ് വന്നിട്ടുണ്ട്. എന്തായാലും അന്ന് തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നവരെല്ലാം ഇന്ന് പലയിടങ്ങളിലും ജോലി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഭീകരബന്ധം അവർ ഇപ്പോഴും ഭീകരബന്ധം പുലർത്തുന്നുണ്ടോ എന്നാണ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത്. ജമ്മു കാശ്മീരിൽ എല്ലായിടത്തും, കാരണം സർക്കാർ വകുപ്പുകളിലടക്കം ഇത്തരത്തിൽ ഭീകര പശ്ചാത്തലമുള്ളവരുണ്ടോ എന്ന് കൃത്യമായി തന്നെ അന്വേഷിക്കുകയാണ്. ഈ അന്വേഷണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ വൈദ്യുതോൽപാദന കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന 29 പേർക്ക്, 29 ജീവനക്കാർക്ക് ഭീകരബന്ധമുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. നേരത്തെ സർക്കാർ സർവീസിൽ നിന്നും ചില ആളുകളെ ഭീകരബന്ധത്തിൻ്റെ പേരിൽ പുറത്താക്കിയിരുന്നു. പഹൽഗാം അടക്കമുള്ള ഭീകരാക്രമണങ്ങളിൽ തദ്ദേശീയരായ ജനങ്ങളുടെ പിന്തുണയും പങ്കും വ്യക്തമായിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ജമ്മു കാശ്മീരിലെ ജനങ്ങളിൽ ഒരു വലിയ വിഭാഗം ഭീകരതയെ പിന്തുണയ്ക്കുന്നു എന്നുള്ളത് വാസ്തവമാണ്. ഈ സാഹചര്യത്തിലാണ് അവർക്ക് വലിയ രീതിയിലുള്ള ഭീകരാക്രമണങ്ങൾ നടത്താനുള്ള സൗകര്യം ഇപ്പോൾ കിട്ടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അവർ ഭീകരതയോട് അല്ലെങ്കിൽ ഭീകരതയെ വെള്ളപൂശുകയും ഭീകരതയോട് പിന്തുണ പ്രഖ്യാപിക്കുന്നവരുമാണ്. അങ്ങനെയുള്ളവരെ സർക്കാർ ജോലിയിൽ വച്ചുകൊണ്ടിരിക്കേണ്ടതില്ല. പ്രത്യേകിച്ചും ഇതിപ്പോൾ ജമ്മു കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വൈദ്യുത നിലയമാണ്, ജലവൈദ്യുത നിലയമാണ്. ഇവിടെ പ്രവർത്തിക്കുകയും ഇതിൻ്റെ വിശദാംശങ്ങൾ, ചനാബ് നദിക്ക് കുറുകെയാണ് ഈ അണകെട്ടി ഈ ജലവൈദ്യുത നിലയം സ്ഥാപിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും നദീജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് സിന്ധു നദീജല കരാർ റദ്ദാക്കിയിരുന്നു. പാകിസ്ഥാനുമായി ഉള്ള കരാർ റദ്ദാക്കിയിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വലിയ സംഘർഷം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, ജലം തന്നില്ല എങ്കിൽ ജമ്മു കാശ്മീരിലെ ഡാമുകളടക്കം ആക്രമിക്കുമെന്ന് പാകിസ്ഥാൻ നേരത്തെ ഭീഷണി മുഴക്കിയിട്ടുള്ളതുമാണ്. ജലവൈദ്യുത നിലയത്തിൽ ജോലി ചെയ്യുന്നു എന്നുള്ള കണ്ടെത്തൽ വന്നിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സത്വര നടപടികളിലേക്ക് സർക്കാർ കടക്കുകയുമാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.